ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീണ്ടും നയഗ്ര ഫോൾസിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഡേ നയഗ്ര ഫോൾസിലെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ പോയി കാണാം. നല്ല അടിപൊളി കാഴ്ചകളാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഡേ ഒരു ബോട്ടിൽ കയറിയിട്ട് നയഗ്ര റിവറിലൂടെ ഇങ്ങനെ പോയി. ആ ഫോൾസിൻ്റെ ശക്തി എത്രത്തോളമാണ്, എത്ര ടൺ കണക്കിന് വെള്ളമാണ് നയഗ്ര ഫോൾസിൽ നിന്ന് താഴേക്ക് വീഴുന്നത്, അതൊക്കെ കണ്ട് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും നമുക്ക് തോന്നി വീണ്ടും ആ ഒരു ബോട്ട് ടൂർ അട്രാക്ഷൻ എടുക്കാമെന്ന്. അങ്ങനെ സെക്കൻഡ് ഡേ വീണ്ടും നമ്മൾ ആ ബോട്ടിൽ കയറിപ്പോയപ്പോൾ അടിപൊളി കാഴ്ചകളായിരുന്നു. ഫസ്റ്റ് ഡേ നല്ല മഴക്കാറായിരുന്നു, സെക്കൻഡ് ഡേ നല്ല സണ്ണി ഡേ ആയിരുന്നു. അതുകൊണ്ട് ഈ റെയിൻബോ ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി. നയഗ്ര റിവറിൻ്റെ കുറുകെ റെയിൻബോ ഇങ്ങനെ വന്ന് നിൽക്കണതാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കൂടി മെയ്ഡ് ഓഫ് മിസ്റ്റിൽ കയറാൻ പോവാണ്. കിടിലം. ഇത് ഇഷ്ടംപോലെ താറാവൊക്കെ ഉണ്ടല്ലോ. വീണ്ടും നമ്മൾ ഈ ഒരു മെയ്ഡ് ഓഫ് മിസ്റ്റ് ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇന്നും നമുക്ക് ഈ ഒരു കാഴ്ച എക്സ്പ്ലോർ ചെയ്യാം. ഇന്നലെ നമ്മൾ കയറിയപ്പോൾ ഭയങ്കര മഴക്കാറും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എക്സൈറ്റഡ് ആണ്. നമ്മൾ ഈ ഫോൾസിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് മീൻസ് ബോട്ടിൽ പോകുന്നത്. ഇത് ബോട്ട് സൈറ്റ് സീയിങ് ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈറ്റ് സീയിങ് ആണ്. നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് കാനഡയുടെ ഈ സൈഡിലായിട്ടാണ് കണ്ടത്. നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ വന്നപ്പോഴേക്കും ഈ ഒരു വെയിലത്തുള്ള ഒരു വ്യൂ കണ്ടില്ലായിരുന്നു. നമുക്കിന്ന് വെയിലത്തൊക്കെയുള്ള അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഏകദേശം മുഖത്തൊക്കെ ഇപ്പോൾ വെള്ളമൊക്കെ തെറിച്ച് ഇന്നലത്തെക്കാളും ഫോഴ്സ് കൂടുതലാന്ന് തോന്നുന്നു. അത്രയും വലിയ ഫോഴ്സിലാണ്, അത്രയും വലിയ ഉയരത്തിൽ നിന്ന് അത്രയും വലിയ ഫോഴ്സിലാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് ഒഴുകുന്നത്. ഇതാണ് അമേരിക്കൻ ഫോൾസ്. ഇത് അമേരിക്കൻ ഫോൾസ്. തൊട്ടപ്പുറത്ത് കാണുന്നൊരു കുഞ്ഞ് ഫോൾസ് ഉണ്ട്, അത് ബ്രൈഡൽ വെയിൽ ഫോൾസ് ആണ്. അതാണ് നമ്മൾ ഇന്നലെ ഒബ്സർവേഷൻ ടൗണിലൊന്നും കണ്ടത്. മഴവില്ലുണ്ടാ? ആ അടിപൊളി. നമ്മൾ മഴവില്ലിനെ ക്രോസ് ചെയ്താണ് പോണത്. കാനഡ. ഇത് കാണുന്നത് കാനഡയാണ്. കാനഡ നമ്മളിപ്പോൾ നേരെ
നമ്മളിത് ആ കാണുന്ന ആ ഫോൾസിന്റെ അടുത്തേക്കാണ്, വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് പോകാൻ പോകുന്നത്. അടുത്ത് നമ്മൾ തൊട്ടടുത്ത് പോകില്ല, അതിന്റെ മിഡിലൂടെ നമ്മൾ ഈ ബോട്ടിലൂടെ പോകും. അന്യായ വ്യൂ ആണ്, വളരെ എക്സൈറ്റഡ് ആണ്. ഒന്നും കൂടി ഇതിൽ കയറാൻ പറ്റില്ല. ചേച്ചി വന്നിന് അടിപൊളി സൂപ്പർ. ഈ നയഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന രണ്ട് മനോഹരമായിട്ടുള്ള രാജ്യങ്ങളാണ്, അത് കാനഡയും അമേരിക്കയും. അയ്യോ, ഇതൊരു ഫോട്ടോ നോക്കിയത് ഈ ഒരു നയഗ്ര ഫോൾസിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഫ്രാൻസിലൊക്കെയുള്ള ലെനിൻ ടവറിൽ അതിൻ്റെ ഉയരത്തോട് അനുപമിക്കാം. പിന്നെ ഈ ഒരു ഫോൾസിന് വീഴുന്ന വെള്ളം, ഒരു സെക്കൻഡിൽ വീഴുന്ന വെള്ളം ഒരു ഫാമിലി ഉപയോഗിച്ച് തീർക്കണമെങ്കിൽ അതൊരു 7 വർഷമെങ്കിലും വേണം എന്നാണ് കണക്ക്. നമ്മൾ എത്താറായിട്ടായ അവിടെയൊക്കെ മൊത്തം പുഴയാണ്. കണ്ടോ, നമ്മുടെ ബോട്ടിപ്പം ഈ ഒരു സൈഡിലോട്ട് നീങ്ങി. കണ്ടോ, അങ്ങോട്ടേക്ക് പോവാതെ ഈ ഒരു സൈഡിലോട്ട് നീങ്ങി ആ അറ്റം വരെ, ആ ഒരു നെറ്റിൽ വരെ പോയിട്ട് തിരിച്ചുകൊണ്ട് വരും. നേരെ ഫ്രണ്ടിൽ കാണുന്നത് കാനഡ സൈഡിലുള്ള ഹോർഷൂ ഫോൾസ് ആണ്. ഏകദേശം ഒരു 166-162 ഉയരത്തിൽ നിന്നുമാണ് വെള്ളം താഴേക്ക് ഇങ്ങനെ ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭീകരമാണ്. കാരണം ഇതിന്റെ ഒരു ഭീകരത കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു മെയ്ഡ് ഓഫ് മിസ്റ്റിൽ വന്നിട്ട് ഈ ഒരു ബോട്ട് ടൂർ, ഈ ഒരു സൈറ്റ് സീയിങ് എടുക്കണം. എനിക്ക് പൊന്നോ നോക്കി, നോക്കിക്ക് വെള്ളം താഴേക്ക് വീഴണതല്ലേ. ഒന്ന് ചുറ്റും നോക്കിക്കേ, നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇനി അടുത്തേക്ക് പോയിട്ട് വളരെ ദൂരെയാണ് വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ഇനി അടുത്തേക്ക് പോയിട്ട് നമ്മൾ കിട്ടും.
കാണുന്ന പാലത്തിൽ നിന്ന് അവിടെ നിന്നിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറി ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മനെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഇല്ലടാ റേറ്റിലൊപ്പില്ല. തൊട്ട് ഒരുപാട് ദൂരെയാണ്. പക്ഷേ ഇതിന്റെ വെള്ളം വന്ന് വീഴുന്ന ആ ഒരു ഫോഴ്സ് കണ്ടിട്ട് നമുക്ക് വളരെ അടുത്ത് തോന്നും. നമുക്കൊരു പുകമയം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഹോർഷൂ ഫോൾസിൻ്റെ ചെറിയൊരു ഫോട്ടോസ് ആയിട്ടുള്ള കൊടുക്കാം. അപ്പോൾ ഈ ബോട്ട് ഓടിക്കുന്ന ഈ ഡ്രൈവറിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാണാനൊക്കെ പറ്റും കേട്ടോ. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ബോട്ടിൽ. ശരിക്കും പണ്ട ഇയാള് തിരിക്കാനുള്ളത് വിചാരിച്ചല്ലേ. അത് നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്നോണ്ടാ, നമ്മളില്ല അവിടെ അപ്പൊ നമുക്ക് അത്രയും മനസ്സിലായി. വെള്ളം എന്ത് ഫോഴ്സല്ല അവിടെ. ഇതൊന്നുമല്ല, അതാണ് ശരിക്കും ഫോഴ്സ്. അവിടെ ഇതുപോലെ ഒബ്സർവേഷൻ ടവറിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്നത്. ഇപ്പൊ നമ്മള് ബോട്ടിൽ കയറി അടിപൊളി വ്യൂ ആയിരുന്നു. ഭീമാകാരം ഇതിന് വേറെ വേറെ പേരെടുക്കണം. നമ്മളപ്പോ ഇന്നലെ ആ ബോട്ടിലാണ് പോയത്.